ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കണ്ണൂരിലെ ഏറ്റവും ഫേമസ് ആയ ഹിൽ സ്റ്റേഷനിലാണ്. കണ്ണൂരിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന, കണ്ണൂരിൻ്റെ കുടജാദ്രി എന്നറിയപ്പെടുന്ന പാലക്കയം തട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 5:30. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ തന്നെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അവിടെ വേഗം എത്താൻ പറ്റൂ. അപ്പോൾ രാവിലെയുള്ള ആ ഒരു കോടമഞ്ഞും പിന്നെ അതൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പാലക്കയം തട്ടിലേക്ക് പോകുന്നവർ രാവിലെയും പിന്നെ ഈവനിങ് സമയത്തും പോകുന്നതാണ് നല്ലത്. അപ്പോൾ അവിടുത്തെ കോടമഞ്ഞും കാര്യങ്ങളിലും നമുക്ക് നല്ലൊരു കാഴ്ചയായിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സ്നോയി. അവൻ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ മൂഡ് ഓഫ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുവാണ്. പിന്നെ ഇത് നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂറോളം ഇവിടുന്ന് ദൂരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ മലകളും പിന്നെ കോടമഞ്ഞുകൾ മൂടിക്കിടക്കുന്ന മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ കാറിലാണ് വരുന്നുണ്ടെങ്കിൽ മാപ്പ് റൂട്ട് അധികം ഒഴിവാക്കുന്നതാണ് നല്ലത്. ബിക്കോസ് നിങ്ങൾക്ക് വഴി തെറ്റാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കാറിൽ പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ മാപ്പ് റൂട്ട് നോക്കുകയാണെങ്കിൽ അവർ പഴയ ഓഫ് റോഡാണ് നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ റോഡ് കാണിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ബോർഡ് ഉണ്ടാവില്ലേ സൈഡിലൊക്കെ, അതൊക്കെ നോക്കി പോകുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇതൊരു മലയോര പ്രദേശമാണ്. ഒരുപാട് കൃഷിയിടങ്ങളും ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. രാവിലെ പോയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അനുഭവപ്പെട്ടു. പിന്നെ എല്ലാവിടെയും ആ ഒരു പച്ചപ്പും എല്ലായിടക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ പാലക്കയം തട്ടിലെത്തി മേലേക്ക് കയറുകയാണ്. അപ്പോൾ കുറച്ച് കയറാനുണ്ട്, കുറച്ച് മേലേക്ക് നടക്കാനുണ്ട്. മേലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച. എല്ലാ മലനിരകളും നമുക്ക് കാണാൻ പറ്റും. മേലയിൽ തന്നെ നമുക്ക് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് കോടമഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയല്ലോ. അധികം കോടമഞ്ഞ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതുണ്ട്, പിന്നെ സ്ക്വയർ പോലെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ പോയതുകൊണ്ട് തന്നെ. ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നമുക്ക് അവിടെ പോയിട്ട് ആസ്വദിക്കാവുന്നതാണ്. അവിടെ ഇരുന്നും പിന്നെ അവിടെ ഇരിക്കാനുള്ള ഷെയറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ആകാശവും ഈ ഒരു കോടമഞ്ഞും ഈ ഒരു മലനിരകളും എല്ലാം നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ പറ്റും. പിന്നെ ഇതൊരു മസ്റ്റ് വിസിറ്റ് ഒരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. നിങ്ങൾ കണ്ണൂർ വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ വരിക. ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഫോട്ടോയിൽ എൻ്റെ അമ്മയും അച്ഛനുമാണ്. പിന്നെ ഈ ഒരു പാലക്കയം തട്ടിൽ ഇപ്പോൾ റിസോർട്ടൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 3ഓളം റിസോർട്ട് ഉണ്ടെന്നാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഫാമിലി ഫോട്ടോ ആണ്. എൻ്റെ സിസ്റ്റർ നിന്നില്ല. പിന്നെ ഇത് ഞാൻ തന്നെയാണ്. പിന്നെ അവിടെ പോയതുകൊണ്ട് തന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ തന്നെ പറ്റി. അപ്പോൾ നമ്മൾ പാലക്കയം തട്ടിൽ മേലെ കയറി കഴിഞ്ഞാലുള്ള ആ നിൽക്കുന്ന സ്ഥലമാണിത്. പാറകളും പിന്നെ ഒരുപാട് പച്ചപ്പുകളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോയത് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് ആണ്. അവിടെ നിന്ന് 28 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് പോയത്. അത്ര അടുത്തായതുകൊണ്ട് എന്തായാലും പോയി. ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടു. പിന്നെ ടിക്കറ്റ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് അവിടുന്ന് കണ്ടു. പിന്നെ അടുത്ത വിസിറ്റിൽ നമ്മൾ എന്തായാലും മേലെ കയറി പോകുന്നതാണ്. ബിക്കോസ് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും കരുതിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. നിങ്ങൾ പാലക്കയം തട്ടിൽ വരികയാണെങ്കിൽ ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ മെൻഷൻ ചെയ്യുക. താങ്ക്